അപ്പോൾ കൂട്ടുകാർ, നമ്മളിപ്പോൾ പറമ്പിലാണേ. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഈ ഷർട്ട് ഇട്ടൊക്കെ അറിയോ, കൊതുകടി ഉള്ളതായിരിക്കാൻ വേണ്ടിയുള്ള പരിപാടിയാണ്. ഞാൻ ഇത് നമ്മൾ ഇതണ്ട ഈ സംഗതി കാണിക്കാനാണ് ഈ സാഹസം എല്ലാം കാണിച്ചതേ. നമ്മുടെ പുളിഞ്ചിക്ക ശരിയായിട്ടുണ്ട്, അത് പറിക്കാനായിട്ടുള്ള പരിപാടിയാണ്. അപ്പം നിങ്ങളൊന്ന് കാണിച്ചത് പറിക്കാൻ വിചാരിച്ചു. നേരത്തെ ഇതിങ്ങനെ പൂത്ത് കിടന്നപ്പോൾ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു, പറമ്പിലെ പുളിഞ്ചിക്ക എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് നമ്മൾക്ക് അതിൻ്റെ ഹാർവസ്റ്റായി. അപ്പോൾ അത് കാണിക്കാനാണ് ഞാൻ ഈ സാഹസം മുഴുവൻ കാണിച്ചത്. കൊതുക് ഇഷ്ടംപോലെയുണ്ട്, അതുകൊണ്ട് ടീഷർട്ടിൻ്റെ മുകളിൽ ഷർട്ട് ഇല്ലെങ്കിൽ ഉഗ്രം പണിയുണ്ട്. അപ്പോൾ നമുക്ക് പുളിഞ്ചിക്ക പറിച്ചാലോ? കമാൺ. ഇതാണ് സാധനം. ഒരെണ്ണം ഞാൻ എനിക്ക് കഴിച്ചേ, ഒരെണ്ണം നമുക്ക് പറിച്ച് നോക്കാം. പറിച്ച് കഴിച്ചാലോ? ഇതൊന്നും എടുക്കാം, അല്ലെങ്കിൽ ഇത് കണ്ട, ഇത് അത്യാവശ്യം കൊള്ളാം. ഇതൊന്ന് പഠിച്ച് ഒന്ന് കഴിച്ചു നോക്കിയാലേ, ഒന്ന് കഴിച്ചു നോക്കാം അല്ലേ? വാ, അതിനാ പറ്റേ ഉറക്കത്തെ പുളി. ഒരെണ്ണം ഫുള്ള് കഴിക്കാൻ പാടാണ് കേട്ടോ, നല്ല പുളി. കാരണം ഷോർട്ട് വീഡിയോ എടുക്കുക ഒന്നും ഞാൻ കഴിച്ചിട്ടുണ്ടായി. ഇതും കൂടെ ആയപ്പോഴേ ശരിക്കും പണിയിട്ട് ഒരു കടി കൂടെ കടിച്ചു നോക്കിയാലോ? പക്ഷെ താങ്ങൂല, ഞാൻ കടിച്ചു നോക്കാം. വാ, ഉറക്കത്തെ പുളി താങ്ങൂല പിളയെ. അങ്ങനെ റബ്ബർ തോട്ടത്തിലെ പുളിഞ്ചിക്ക കഴിഞ്ഞ പ്രാവശ്യം പൂത്തിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ അത് കാച്ചിട്ടുണ്ടായിരുന്നു. നമുക്കതിനെ ഇനി പതുക്കെ പെട്ടിയിലാക്കാം. ഇതെന്നാ പുളിപ്പാന്നറിയോ? ഞാനൊന്ന് ടേസ്റ്റ് ചെയ്തതാണേ. ഒടുക്കത്തെ പുളിയാണ്, പക്ഷേ കൊളസ്ട്രോളിന് ബെസ്റ്റാണ് എന്ന് കരുതി, കൊളസ്ട്രോളിന് ബെസ്റ്റാണെന്ന് കരുതി കണ്ടമാനം കഴിക്കരുത്. എൻ്റെ ഒരു സുഹൃത്ത് ഇതുപോലെ ഒരു കപ്പിൽ ഈ പുളിഞ്ചിക്ക അരച്ച് മിക്സിയിലിട്ട് അടിച്ച് കുടിച്ചു. സംഗതി 3 മാസമാണ് ഡയാലിസിസ് എടുക്കേണ്ടി വന്നത്. അമിതമായാൽ അമൃതം വിഷമെന്നല്ലേ ചൊല്ല്. അതുകൊണ്ട് കൂട്ടുകാരെ, കൊളസ്ട്രോളിന് നല്ലതാണെന്ന് പറഞ്ഞുകൊണ്ട് വലിച്ചുവാരി കഴിക്കരുത്. മീനിൽ അങ്ങനെ പുളി ആവശ്യമുള്ള കറികളിലൊക്കെ ഇത് ഉപയോഗിക്കാം. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഒരിക്കൽ കൂടെ പറയുന്നു, അമിതമായാൽ അമൃതം വിഷമെന്നാണേ. അതുകൊണ്ട് സൂക്ഷിക്കുക. സംഭവം കൊള്ളാം. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്നറിയാമോ? ഇത് പലരും കണ്ടിട്ടുണ്ടാവും. റബ്ബർ തോട്ടത്തിലാണ് ഈ സംഗതി കാച്ചി കിടക്കുന്നത്. ഇനി മുന്നേ ഞാൻ കുരുമുളകും കാപ്പിയും കാണിച്ചിട്ടുണ്ട്, ജാതി. അപ്പോൾ ഇങ്ങനെയൊക്കെ ഓരോന്ന് നട്ടുപിടിപ്പിച്ചാലേ അതൊരു അനുഗ്രഹമാണ്. അത്യാവശ്യം പറമ്പുണ്ടെങ്കിൽ ഒരു വീട്ടിൽ ആവശ്യമുള്ള പച്ചക്കറിയും തേങ്ങ അങ്ങനത്തെ സംഗതികളൊക്കെ കിട്ടും കേട്ടോ. ഇത് കണ്ട, അതിൻ്റെ ആ കൊമ്പിൽ എല്ലായിടത്തും ഇത് കായ്ക്കും. ഞാനൊരു പ്രത്യേകത. സിറ്റിയിലേക്ക് ഇത് കിട്ടാൻ പാടാണ്. ഈ നാട്ടിൻപുറത്തുകാർക്ക് ഇത് അങ്ങനെ വലിയ ഇതില്ല. എന്നാലും മീൻ കറിയിലിടാൻ ഇത് ഒടുക്കത്തെ പുളിയാണ്. വാളംപുളി, മറ്റേ കുടംപുളി ഇല്ലേ, അതിന് ഒപ്പം നിൽക്കുന്നൊരു സാധനമാണ് ഈ സാധനം. പിന്നെ എനിക്ക് ഇച്ചിരി കൊളസ്ട്രോൾ ഉണ്ട്. പെണ്ണുമ്പുള്ള അത്യാവശ്യം മീൻ കറിയിലിട്ട് തരും. ഒടുക്കത്തെ ടേസ്റ്റാണ് സാധനം. പക്ഷേ ഒരെണ്ണമൊക്കെ കഴിക്കണമെങ്കിൽ ഒരെണ്ണം നമ്മൾ കടിച്ച് കഴിക്കുമ്പോൾ തന്നെ ഒടുക്കത്തെ പുളിയാണ്. നമുക്കിതിനെ പതുക്കെ കവറിലാക്കാം. സ്റ്റൈലായിട്ട് പറിച്ചെടുക്കാം. അതാ വേണ്ട, കവറിലോട്ടാക്കാം. ഇത് കൊലയായിട്ടാണ് കേട്ടോ, മുന്തിരിക്കൊല പോലെ സ്റ്റൈലായിട്ട് കിട്ടും. വേണ്ട, ഇത് നമുക്ക് കൊലയായിട്ടിടുക. എന്തായാലും നഷ്ടമില്ല. ഇതിൻ്റെ ഒരു കവർ നിറയെ കിട്ടിയിട്ടുണ്ട്. അത്യാവശ്യം കൂട്ടുകാർക്കും വേണമെങ്കിൽ വീട്ടിൽ കാശാക്കാം. അപ്പോൾ അടുത്ത വീഡിയോ കാണാം അല്ലേ? അതുവരെ ബൈ.